നമ്മൾ വയനാട്ടിലൊരു കിടുക്കാച്ച സ്ഥലത്തേക്കാണ് വന്നത്. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണെന്ന് സ്ഥലം അറിയില്ല. ഗൂഗിൾ മാപ്പ് നോക്കി നോക്കി വന്നാൽ ഇവിടെ എത്തുമ്പോൾ പെട്രോൾ കഴിഞ്ഞു വണ്ടീൻ്റെ. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ വേണം അടുത്ത പമ്പ് കിട്ടാൻ. എന്നുവെച്ചാൽ ബത്തേരിയിലെത്തണ്ടേ? ബത്തേരിയിലെത്തണ്ട നമ്മൾ 10 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. എത്തിക്കഴിഞ്ഞാൽ നമ്മളിതാ ഒരു കിടുക്കാച്ചൊരു സാധനം കാണിക്കാൻ പോകുന്നത് അല്ലേ? എത്തിയാൽ ഇല്ലേ ഈ വീഡിയോ ഉണ്ടാവില്ല. ഇനി ഇവിടത്തോടെ തീർന്ന്. അങ്ങനെ വണ്ടിയിലെ പെട്രോൾ ഫുള്ളും വറ്റിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. നമ്മളെ സുരേട്ടനെ വെട്ടിയുണ്ട് പെട്രോൾ വാങ്ങാൻ. ഇപ്പോഴാണ് ഞങ്ങൾ റോഡ് കണ്ട്. ഞങ്ങളേതോ കാട്ടുമൂലയിലായിപ്പോയി എത്തിപ്പെട്ടെ. പക്ഷേ ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചാലും കിട്ടില്ലെന്നൊരു പ്ലേസിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത്. ഫുള്ള് കാടി, ആന വരാണ്ടക്കാൻ ഇവിടെ വെയിലൊക്കെ ഉണ്ട്, ഷോക്കൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ? അങ്ങനെ നമ്മൾ പെട്രോൾ തീർന്ന് നിൽക്കുകയാണ് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. കാടെന്ന് പറയാനൊന്നുമില്ല, പശുവൊക്കെ ഉണ്ട് പുറകിൽ. അവിടെ പോയി കണ്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ സുരേട്ടനെ വെട്ടിയുണ്ട് പെട്രോൾ വാങ്ങാൻ. അവൻ വരുന്നവരെ നമുക്കിതിലിങ്ങനെ നടന്നു നോക്കാം. സംഭവം സെറ്റാണ്. ബൈക്കിലൊക്കെ ഇതായിട്ട് ഇറങ്ങിപ്പോയിട്ട് ഒരു കിടിലൻ പ്ലേസ് ഉണ്ട് ഇതിനകത്ത്. അവിടെ ആന കയറാണ്ടക്കാൻ കമ്പിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ഷോക്കൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞ്. ബൈക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കമ്പിയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആനേട്ടൻ കയറാണ്ടക്കാൻ. ആനേട്ടോളം ഭയങ്കര ലേശം സീനാണ് ഇവിടെ. അപ്പോൾ നൈസ് പ്ലേസാണ്. നമുക്ക് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ മോളോട്ടേക്കാണ് പോകേണ്ടി. അപ്പോഴേക്കാണുള്ള പെട്രോൾ തീർന്നു പോയി. പക്ഷെ തീരുന്ന് പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അടുത്ത പമ്പിൽ അടിക്കാന്ന് വെച്ച് വന്നേനി. പിന്നെ ഈ വൈക്ക് എവിടെയും പമ്പ് കിട്ടിയില്ല. അങ്ങനെ ഇവിടം വരെ എത്തി. ബസ് പോകുന്ന റോഡാ. അവിടെ വെയിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ചെയ്താ റൂട്ടെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ റേഞ്ച് ഇല്ല, ഗൂഗിൾ മാപ്പ് നോക്കാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്യും? കിട്ടിയ റോഡിന് ഇങ്ങനെ പോവാം. ഒരു ബോർഡും കണ്ടില്ല, അതുവരെ ഒരു അങ്ങാടിയും കണ്ടില്ല. അതാണ് വിഷയം. ഇത് നമ്മൾ കറക്റ്റ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ വീഡിയോ എടുക്കും. സുരേട്ടൻ പോയിട്ട് ഇപ്പോൾ 2 മണിക്കൂറൊക്കെയായി. ഇതുവരെ അണ്ണനും കൊണ്ട് എത്തിയില്ല. ബത്തേരി എത്തണം ഇവിടുന്ന് പമ്പ് കിട്ടണമെങ്കിൽ. അതാണ് പ്രശ്നം. ഇത് എവിടെയാണെന്ന് പോലും അറിയില്ല, എത്ര കിലോമീറ്റർ ഉണ്ടെന്നും അറിയില്ല. അപ്പോൾ വണ്ടി ഇവിടെ നമ്മൾ സൈഡിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് നടന്ന് നോക്കാം. റോഡ് എവിടെ എത്തുന്നതെന്ന് മുന്നോട്ടേക്ക് നടന്ന് നോക്കാം. നമ്മളങ്ങനെ നടന്ന് ആളാനക്കുള്ളൊരു സ്ഥലത്തെത്തി. ആളാനക്കൊന്നുമില്ല കേട്ടോ, സ്ഥലം അടിപൊളി എന്ന് പറഞ്ഞാൽ. സ്ഥലം അറിയില്ലത്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഏതാ എന്തെന്ന് വെച്ചിട്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, എനിക്ക് പോലും അറിയില്ല ഏതാ സ്ഥലമെന്ന്. സുരേട്ടനെ ഇപ്പം ഞാൻ നടന്ന് പമ്പിലെത്തും. അതപ്പം നടക്കാൻ പോകുന്നത്. പക്ഷെ സ്ഥലം കിട്ടില്ല സ്ഥലമാണ്. നമുക്ക് വെയിറ്റ് ചെയ്യില്ല, മാട്ട് നടക്കാം. അല്ലെങ്കിൽ ഇത് ഓനെ വരൂല. അപ്പോൾ നൈസായിട്ട് ചാമ്പ്യോന്ന് സംശയമുണ്ട്. അപ്പോൾ വന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങാം. താഴത്ത് ചെറിയൊരു കുളം കാണുന്നുണ്ട്, അവിടേക്ക് ഇറങ്ങി നോക്കാം. അന്ന് നടന്നു വരുമ്പോൾ ഒരു ആനേൻ്റെ സൗണ്ട്. പിള്ളേരൊക്കെ അങ്ങോട്ട് ഓടുക. ആ ഭാഗത്തു നിന്നാ കേട്ടെ. ആനേനെ കണ്ട സീനായി ഇന്ന്. അവിടെ സംഭവം ആന ഉണ്ട്. പക്ഷേ രാവിലെയൊക്കെ ആന ഇറങ്ങാന്ന് പറയുന്നത് രാവിലെ അല്ല, ഉച്ചയായി. ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ നോക്കട്ടെ. ആനണ്ട്. കാണിച്ചു തരാം.
അവിടെ എവിടെയാണ് ആന? നോക്കട്ടെ. ഈ സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ? എനിക്കിപ്പോൾ ഏകദേശം കത്തുണ്ട്. നമ്മൾ റീലിൽ കണ്ട സ്ഥലമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ ഉണ്ട്. മറ്റേ വാഗമരൊക്കെ ആയിട്ട് സാധനം നൈസാണ്. ആനേനെ കാണാൻ പറ്റുമോ? ഒച്ച മാത്രമേ ഉള്ളത്, കാണില്ല. ആനേനെ കാണാൻ വന്ന ആടിനെ കണ്ട്. ആനക്കൊട്ടൻ സൗണ്ട് കേൾക്കുന്നുണ്ട്. കാടിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഞമ്മക്ക് ഭാഗ്യമില്ല. സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ആനേനെ കണ്ടില്ല. ആനേനെ കാണും. രണ്ടിറ്റൂടി ഇവിടെ നിന്നാൽ മതി, അണ്ണം കൊണ്ട് വരും. വൈകുന്നേരം ആവും തോറും ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് കൂടി വരിക. ഇത്രയും നേരം പെരുമ്പയിലിന് പല തണുപ്പുണ്ട്. സ്ഥലം നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ്. എനിക്കതല്ല അറിയില്ല. ഇവിടുന്ന് കണ്ടിട്ട് ഇവിടെ ഞാൻ താഴത്തെ കാണിച്ചാൽ ഇത് ഞാൻ ഏതോ റീലിൽ കണ്ടിട്ടുണ്ട് സ്ഥലം. പക്ഷേ നമുക്ക് ആരോടോ ചോദിച്ചു നോക്കാം. പ്രശ്നം കഴിഞ്ഞില്ലേ ഏതോ സ്ഥലം എന്ന്. നമ്മൾ പെട്രോൾ വാങ്ങാൻ ഒരു മങ്കൻ അയച്ചിട്ടുണ്ട്. അണ്ണൻ ഇതുവരെ തന്നില്ല. പോയി നോക്കുമ്പോൾ വണ്ടിയൊക്കെ അവിടെ ഉണ്ടായാൽ മതി. ഇനി പെട്രോൾ വാങ്ങാൻ പോയ എവിടെ പോയതാടോ? പെട്രോൾ കിട്ടിയില്ല ഗൈസ്. നിങ്ങൾ എന്താക്കിന്നിട്ട് ബാക്കി? അതായത് നമ്മൾ പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കുപ്പിയിൽ കൊടുക്കില്ലെന്ന്. സോ നമ്മൾ എന്ത് ചെയ്തു? ബുദ്ധി ഉപയോഗിച്ചു. 400 രൂപയ്ക്ക് വണ്ടിയിലടിച്ചു. ഇനി ഊറ്റണം. യെസ്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? കേറ്. അങ്ങനെ നമ്മള് നടന്ന് വണ്ടി കയറി. കാല് കയറ്റില്ല. ഇങ്ങനെ പേടിക്കല്ലടാ, സിസ്റ്റം ഈ സ്ഥലം എനിക്ക് ഏതാന്ന് മനസ്സിലായോ? വണ്ടി നിർത്തിയിടത്ത് എത്തി. ഇനി സുരേന്റെ എല്ലാത്ത തലയിൽ ഒരു ബുദ്ധി തോന്നുന്നുണ്ട്. നടക്കുക നോക്കട്ടെ. അതിന് ഈ ഇത് അയക്കാൻ പറ്റുമോ കേബിള്? വൈ നോട്ട്? നമ്മളിത് എത്ര വട്ടം ചെയ്തതാ. പെട്രോൾ ഇല്ല പരിപാടി. ഇത് പണി പാളയാണ്. ഇത് ഇവിടുന്നല്ലോ. ഇതാണ് അയക്കല് ഞങ്ങള്. സോറി, മാറിപ്പോയി ഗൈസ്. പെട്രോൾ ഓഫ് ആക്കിയാ? ഇല്ല, ഓണാ. ഓക്കെ, ഇത് ഒരു തുള്ളി പോലും നമ്മൾ ഒഴിവാക്കരുത്. ഇനി അവിടെ നോക്കും. എനിക്ക് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ തുറക്കുക. വരുന്നുണ്ടോ? പിന്നല്ല, കാണുന്നില്ലേ? കാക്കി ഭൂതങ്ങൾ വന നിറഞ്ഞേ. വരട്ടെ. തുരുമ്പ് കയറി. എന്താ കുപ്പിയിൽ പെട്രോൾ വരാത്ത? ഐ ഡോണ്ട് നോ മാൻ. ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫുൾ പാലിക്കുന്ന ടീമാണ്. ആണോ? യെസ്. അതുപോലെ കോൾ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഇവിടുന്ന് കോളിംഗ് അലൗഡല്ല, പുറത്തു പോയി ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാ സീന്? നമ്മുടെ നാട്ടിൽ പെട്രോൾ അടിക്കുന്ന ആൾക്കാർ വരെ കോൾ ചെയ്തിട്ടാണ് നമുക്ക് അടിച്ചു തരാറ്. വയനാട് ഈസ് മച്ച് ബെറ്റർ ദാൻ കോഴിക്കോട്. അല്ല, വയനാട് കോഴിക്കോട് വയനാടിലേക്കാണ്. അങ്ങനെ തന്നെയല്ല അതിന്റെ അർത്ഥം. വയനാട്ടിലെ പെട്രോളിന് കളർ മാറ്റണ്ടോ? മാറ്റണ്ട. HP പമ്പിന്റെ ആണിത്. ചുമന്ന കളർ പെട്രോളാ അല്ലേ? കണ്ടിട്ട് എനിക്ക് എന്താ തോന്നുന്നത്? ഏതാടാ പെട്രോൾ കണ്ടിട്ട്? പെട്രോള് കണ്ടിട്ട് നിലവിലൊന്നും തോന്നുന്നൊന്നുമില്ല. 6 മണി കഴിഞ്ഞാൽ എനിക്ക് എന്താ മനസ്സിൽ നല്ല പെട്രോൾ ഒഴിച്ചിട്ട് കാണാം ഗൈസ്. കാട്ട്
നമ്മള് ഇത് പുഷ് ബാക്കുള്ള സാധനങ്ങളാണ് അതൊക്കെ. താവും പൊന്തും. പുഷ് ബാക്ക് തന്നെ ഞങ്ങള് സീനാണല്ലോ ഏട്ടാ. എന്നാല് ഈ നട്ട് ടൈറ്റ് ആക്കിയാൽ മതി. ഒഴിക്കടാ. ഈ പെട്രോൾ ഒഴിച്ചാൽ വണ്ടി ഓടൂല, പറക്കും അല്ലേ? കത്തും. ആ മതി. ആദ്യം ഒരു കുപ്പി എത്തി, തീർന്നിട്ട് അടുത്ത കുപ്പിയായി 100. 400 റുപ്യൻ്റെ പെട്രോളായിട്ട് അടിച്ചു തന്നീണ്ട് വണ്ടിമേല്. അത് റിസ്ക് എടുക്കണം. വേണ്ട ഇനിയിപ്പോ നമുക്കിത് ഇപ്പോഴേ ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വേണ്ട കുട്ടികള്. അപ്പൊ നമ്മളിതാ ഇനി വണ്ടി ഏടെ നിക്കൂല. ഇനി വണ്ടി ഏടെ നിക്കൂല. വണ്ടി ഇനിയിപ്പോ നേരെ നമ്മളെ ലൊക്കേഷനിലേക്കാ. പക്ഷെ നമ്മളിപ്പോ കണ്ട ലൊക്കേഷൻ തന്നെ അടിപൊളിയാലേ. നമ്മള് വന്നപ്പോ ഇങ്ങോട്ടാ, നമ്മളിപ്പോ എന്തിനാ ഇറങ്ങിയേ അറിയില്ല. എന്തോ റീലും കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ പേരറിയാത്തൊരു സ്ഥലത്ത്. പക്ഷെ ഇത് പേരെന്താ? വടക്കനാട്. കണ്ടുപിടിച്ച് വന്നാന്ന് തോന്നുന്നു. ആരോടാ ചോദിച്ചു? ആരോട് ചോദിച്ചല്ല, ഞാൻ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ. വെൽഡൻ. അങ്ങനെ വടക്കനാട് എന്ന് പറഞ്ഞൊരു സ്ഥലം. ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ ഇത് നമ്മൾ റീലൊക്കെ കണ്ടൊരു സ്ഥലമാണ്. പക്ഷെ വാഗമരൊക്കെ നല്ല പൂത്ത് നിൽക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വിഷ്വൽ ബ്യൂട്ടി ഇങ്ങനെ തോന്നാ. ഓന്റെ സൗണ്ട് എന്താ എങ്ങനെയാന്ന് ആ വീഡിയോ എടുക്കുമ്പോ എങ്ങനെയാ? പറ. പറയാനൊന്നുമില്ല. അല്ല, നീയല്ലേ നേരത്തെ ആനനെ കണ്ടെന്ന് പറഞ്ഞു. അവിടെ ആനതാ നേരെ മുന്നിൽ, അവിടുന്ന് സൗണ്ട് കേട്ട്. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ വൈകുന്നേരം സമയത്ത് ഉച്ചക്കൊന്നും വരരുത്. വെയിലെന്ന് പറഞ്ഞാല് ബിഗ് വെയില്. വൈകുന്നേരം രാവിലെ ഇതില് മഴ, ഇപ്പൊ മഴക്കാർ ചെറുതായിട്ടുണ്ട്. മഴ പെയ്താല് കത്തും സാധനം, സ്ഥലം കത്തും. ഏറ്റവും നല്ല മോർണിംഗ് വരുക. രാവിലെ ഞങ്ങള് രാവിലെ വരാനാ പ്ലാൻ ചെയ്ത്. നല്ല സൺറൈസിലൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു മൂഡാണ്. നല്ല മൂഡ്, വേറൊരു മൂഡാ, സീന് മൂഡാ. അതേപോലെ തന്നെ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ ഇത് ഇൻസ്റ്റയില് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ സ്ഥലം ഇപ്പം വന്നാലും മനസ്സിലാവില്ല. ഈ സീസൺ സമയത്ത് വരണം, എന്നാലേ ഈ സ്ഥലം ഏതാന്ന് മനസ്സിലാവും. ഇല്ലേ സുരേട്ടാ? അതെ. ഇപ്പം ഫുള്ള് ഇലയൊക്കെ കൊഴിഞ്ഞ് ഒന്നുമില്ല അവിടെ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു സുഖമുണ്ട്. കിട്ടുമോ? കിട്ടൂല കേട്ടോ. ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. പീസ്ഫുൾ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്താ വടക്കനാടോ കാക്കനാടോ? വടക്കനാടാണ് സ്ഥലം. ഇത് വടക്കനാട് ടു അല്ല, സുൽത്താൻ ബത്തേരി വന്നിട്ട് വടക്കനാട്, പുൽപ്പള്ളി ടു വടക്കനാട്. അതല്ലേ വരിക? നിങ്ങൾ വടക്കനാട് ആരോടെങ്കിലും ചോദിച്ചു വന്നാൽ മതി. കിട്ടില്ല സ്ഥലമാണ്. പക്ഷേ ഏകദേശം മഴയൊക്കെ പെയ്യണം, ഏകദേശം കോടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി വൈബാവും. ഇവിടെ ഇപ്പോൾ ഫുള്ള് വാഗമരമാണ് ഫുള്ള്. പക്ഷേ പൂവൊന്നുമില്ല അതിൻ്റെ മുകളിൽ. അതാണ്, പൂവൊക്കെ വന്നാൽ സെറ്റോ. അതാ ഈ സ്ഥലം മാറിപ്പോയി. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റയിൽ റീല് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ സ്ഥലം, സെയിം സ്ഥലം. എന്ത് മാനോ? എടെ? ഓ മാൻ, അല്ല ഗയ്സ്, മാൻ്റെ കൂട്ടം കാണാൻ പറ്റുമോ? കാണിച്ചു തരാം കേട്ടോ. പോയാ കണ്ടോ ഒരു കൂട്ടം മാൻകുട്ടികൾ. കണ്ടോ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്നുണ്ടോ? ഫുള്ള് മാന്. നമ്മളടുത്ത് പോയാൽ ഓടിപ്പോയി. ഇരുട്ടാവുന്നതിനനുസരിച്ച് എന്നുവെച്ചാൽ വെളിച്ചം പോകുന്നതിനനുസരിച്ച് ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങും കാടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ കഴിച്ചിട്ടാണ്.
ആനയൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ കുട്ടിങ്ങിന്ന് കൂട്ടിക്കോളി. പിന്നെ ആ മാത്രമല്ല അവിടെ കിടിലൊരു റോഡുണ്ട്. എന്താ എന്തിളകുണ്ട്? ആരാ ഹെൽമെറ്റ് അവിടെ ഇട്ട്? ഞാനോ? ഓ മാൻ, നമ്മ ഈ റോഡിന് പോയി നോക്കിയാലോ എന്നാല്. മുത്തങ്ങക്കാണ് നമുക്ക് അടുത്ത പോണ്ടേ. നമ്മ മുത്തങ്ങക്കല്ല നമ്മൾ ഇറങ്ങിയേ അല്ലേ? ഞങ്ങൾ ഇറങ്ങിയത് മുത്തങ്ങയ്ക്കാ. പക്ഷെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന എവിടെയാ? എന്തു വടക്കനാടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷേ നൈസ് പ്ലേസ് അല്ലേ? വിചാരിക്കാത്ത ഒരു ബോണസ് കിട്ടിയതാ. പക്ഷെ ഈ റോഡിന് പോയാൽ സെറ്റ് ആവുകയാണ്. നോക്കിൻ്റെ മോനെ, നമ്മളിത് കണ്ടില്ലല്ലോ. ഞങ്ങളിത് ഇപ്പോഴാണ് കാണുന്നത്. കുറച്ച് മുന്നേ ആണ് അത് ഇറങ്ങി നോക്കിയത്. എന്താ താങ്കളുടെ അഭിപ്രായം പോകുന്നതിന്? നല്ല അഭിപ്രായം. അല്ല ആട്ടി ഇറങ്ങുന്നതിന്? ഇറങ്ങുന്നത് സേഫ് ആണോന്ന് അറിയില്ല. പോവണമെങ്കിൽ പോവാം. ഒറ്റ മൈൻഡ് പറഞ്ഞോ? വേണോ? ആ, നമ്മൾ പോവും, അത്രേ ഉള്ളൂ. നമ്മൾ താഴത്തേക്ക് പോവും. താഴത്തല്ല, ഒരു പശു ഉണ്ട്. അപ്പം അവിടെ ആളും ഉണ്ടാവും അല്ലേ? ആളുണ്ടായിട്ട് കാര്യമില്ല. അത് കാടിനെ അറിയുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെയല്ല. ആക്കെ എനിക്കറിയാം. നമ്മൾ താഴെ കാണുന്ന വഴിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം അതൊരു വൈബായിരിക്കും സൂര്യ. ഉറപ്പായിട്ടും. എന്നാ പോവാ. വണ്ടി എടു ഒരു വണ്ടി എടുത്ത് തരട്ടെ. നമ്മൾ നടന്നു പോവാം. നടന്നു പോകുന്നതിൻ്റെ ഒരു വൈബ് ഇവർക്ക് കിട്ടൂല. ഫുള്ള് കാട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കാട്. ഞങ്ങൾ ഈ ധൈര്യം എവിടുന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്ത് 2-3 പശുണ്ട്. അപ്പോൾ പശുണ്ട്, അവിടെ ആളുണ്ടാവുമല്ലോ. ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതിപ്പം അടുത്തേക്ക് പോകുന്തോറും പശുവാണോ ഇല്ലേ പുലിയാണോ എന്നറിയാം. ഇവിടുന്ന് കണ്ടിട്ട് പശു തന്നെയാ, ഒരു കറുത്ത കളർ പശു. കരടിയൊന്നും അല്ലേക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ്, ഒന്നും പറയാനില്ല. കിട്ടില്ല റോഡ്. വരുന്ന വഴി ഉണ്ടില്ലേ? കാടും മലയും കുന്നും ഫുള്ള് വാഗമര. പക്ഷെ ഒക്കെ കൊഴിഞ്ഞുപോയി. ആ സമയത്ത് ഇവിടെ വരണമായിരുന്നു. അതുമല്ല ഈ ഇന്നത്തെ കാലാവസ്ഥ ലേശം മോശമാണ്. ഒരു കോടയൊന്നുമില്ല, ഫുള്ള് വെയിൽ. പക്ഷെ കോടയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ആവുകയായിരുന്നു. എന്തോ പറയുന്നുണ്ട്, ചലിച്ചൂട് ആടുന്ന് എന്തോന്നുണ്ടല്ലോ അവിടെ. അതെന്താ ഇതെന്താ അറിയാ? ആനപ്പിണ്ടായി കാണണേ. ആനപ്പിണ്ടാണേ. ആനപ്പിണ്ടോ? ആ നോക്ക്, നല്ല ശ്രദ്ധിച്ചു നോക്ക്. ഓ ഗായ്സ്, അത് ആനപ്പിണ്ടായിരുന്നു. നോക്ക്, ഇരുട്ടാവുന്നതിന് മുന്നേ നമ്മളിവിടുന്ന് കഴിച്ചില്ലായില്ലെങ്കിൽ കുടുങ്ങിന്ന് കുടിക്കോ. പക്ഷേ ഇവിടെ വന്നിട്ട് പോകാനും തോന്നുന്നില്ല. അതാണ് തോന്നുന്നത്. ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. നമ്മൾ ഇത് കഴിഞ്ഞ് പോകണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആൾക്കാരല്ല. ഞങ്ങൾ മുത്തങ്ങയ്ക്ക് ഇറങ്ങിയതായിരുന്നു. മുത്തങ്ങ ഫോറസ്റ്റ് ഒന്ന് പഠിക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി ചതിച്ചു. പക്ഷേ ചതിച്ചതിലൊരു നല്ലതുണ്ട്, ഞങ്ങൾ ഈ സ്ഥലമൊക്കെ ഞങ്ങൾ കണ്ടില്ല. ഗൂഗിൾ മാപ്പ് ചതിച്ചു, പക്ഷെ പ്രകൃതി ഞങ്ങളെ ചതിച്ചില്ല. അങ്ങനെയുണ്ട്. നോട്ട് എ പോയിന്റ്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. വട്ടച്ചന് അടി കിട്ടൂലേക്കില്ലേ സൂര്യ? ജസ്റ്റ് ആളോ ചോദിച്ചോക്കാം. ഒരു കാരണവരുണ്ട്. കാരണമല്ല, ഇവിടെ ഫുള്ള് ആളാ. ഓ പേടിക്കണ്ട. അപ്പോൾ ചോദിച്ചോക്കട്ടെ എന്താണ്. ചേട്ടാ ഇതില് വണ്ടി ഉണ്ടോന്നതിന് കുഴപ്പമുണ്ടോ? എങ്ങോട്ടില്ല, വെറുതെ ഇതിങ്ങനെ കാണാൻ ഇറങ്ങിയതാ. ആണോ? ആന സീന. കാരണം ഒരു 10
വണ്ടി കുടുങ്ങി. ആനേനെ മുന്നിൽ നിന്നൊക്കെ വണ്ടി കുടുങ്ങിയാൽ തീർന്ന്. ഏട്ടാ താഴത്തേക്ക് വീടുകളുണ്ട്. വീടാ താഴത്തേക്ക്. ഈ സമയം ആനോ? ഓക്കെ. ഓ മാൻ സീന്. സുരേ ആനറ്റ ഇറങ്ങിയാന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പോവണ്ടെന്ന്. പക്ഷെ ഇവിടെ ഉള്ളവരെ സമ്മതിക്കണം. ഇത്രയും ഈ പ്രകൃതിനോട് ഭയങ്കരമായിട്ടൊരു ഇണങ്ങി. അതിന് വേറെന്തോന്ന് പറയല്ലോ. ഇംഗ്ലീഷ് ആണോ? അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരല്ലേ. നല്ല രസം. ആനുണ്ടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയില്ലേ നമ്മള്. ഉറപ്പായിട്ടും. എന്താ പിന്നെ ഇവിടുത്തെ ആന ഭയങ്കര സീന. വണ്ടി വല ഉണ്ടാക്കും. മുൻകൂട്ടി അറിയാമോ? പക്ഷെ കണ്ടിട്ട് താഴത്തേക്ക് പോവായിട്ട് ഒരു മനസ്സിനൊരു സുഖമല്ല. മൈൻഡൊന്നും നമ്മ മുത്തങ്ങ പോയി നമ്മൾ ജീവനാണോ ആനപ്പുണ്ടൊക്കെ വേഗം കയറ്റി. ആന വന്നു കഴിഞ്ഞാൽ ദൂരെ ചെത്ത് പോവും നമ്മള്. അടുത്ത ബ്ലോഗിൽ ഉണ്ടാവില്ല ഇയൊന്ന്. ഞാനങ്ങനെ ഓടി കയറ്റില്ലോ. ആന വരുമ്പോ ചെരിഞ്ഞ് ഓടണം. വിളച്ച് ഓടാം. ചെരിഞ്ഞ് ഓടാം. ആന ഉണ്ട്. ആനേനെ കൂടി കണ്ടുണ്ടല്ലോ നമ്മളത്തെ ഇന്നത്തെ ബ്ലോഗ് കത്തും. മിക്കവാറും നമ്മൾ ആനേന്റെ തൊള്ളേക്ക് ആനേന്റെ സൗണ്ട് ഇടാം. ചേട്ടാ ഇത് ഞങ്ങൾ ആടെ കണ്ട ആനയിലേക്ക് റോട്ടിലൊക്കെ കുഞ്ഞു മോനെ പേടിക്കണ്ട. ഞാനില്ലേ ഞങ്ങൾ ഇതിന്റെ അടുക്ക് ഒരു ആന ഇതിന്റെ അടുക്കിയത് കുറച്ച് മുന്നേ ആനേന്റെ സൗണ്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പൊ ആനേന്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. നമ്മൾ അടുത്ത് എവിടെയോ ഉണ്ട് അണ്ണേ. പിന്നെ മിക്കവാറും അന്തരീക്ഷം പോയി നോക്കാൻ നമുക്ക് എന്താണേലും ഒക്കെ വരുന്നത് വെച്ചോ. എല്ലാം നമുക്ക് ഇന്ന് ബോണസാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ വൈബുകളാണ് നമുക്ക് തേടി വരുന്നത് അല്ലേ. ഞാൻ എന്താ പറയണ്ടതില്? അല്ല അത് സത്യം. സത്യം. അപ്പൊ ആനനെ കാണുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കിഴപ്പ് കാണിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾക്ക് പോകേണ്ട വഴി മുകളിൽ കൂടിയാണ്. പക്ഷെ ഈ റോഡ് കണ്ടപ്പോൾ എന്താണ് ഇതൊന്ന് ഇറങ്ങി നോക്കണം എന്നുള്ള പൂതിയായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത് രണ്ട് സൈഡിലും ആന വരാണ്ടൊക്കെ അങ്ങനെ പോവുകയാണ്. എന്താവോ എന്തോ. പക്ഷേ ഇതൊക്കെ ഒരു മെമ്മറിയാണ് സാറേ. അത്രയും 2 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിചാരിച്ചിരിക്കായോ നമ്മൾ ഈ സ്ഥലത്തേക്ക് പോയി ഇവിടേക്ക് പോയി ഇങ്ങനെ ചെയ്തില്ലേ അങ്ങനെ ചെയ്തില്ലേ. അങ്ങനെ ഞങ്ങൾ ഈ മെമ്മറിയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇപ്പം തന്നെ നമുക്ക് എന്തൊരു മെമ്മറി ഉണ്ട്. റിഗ്രറ്റ് അടിക്കരുത്. എന്താ നമ്മൾ റിഗ്രറ്റ് അടിക്കും. പിന്നെ ആലോചിച്ചിട്ട് നമുക്ക് ഇത് കുറ്റബോധം തോന്നും. ഇപ്പം പോണം. നമുക്കാവുമ്പോൾ നമ്മൾ പോകാം. കുറച്ച് കഴിഞ്ഞാൽ പെണ്ണ് കെട്ടി കുടുംബമായി ഇടയ്ക്ക് തന്തവൈ ബൈക്കാണ്. എനിക്കതൊന്നും ഇഷ്ടമല്ല. ഫുഡ് കഴിക്കണ്ട സാറേ. കഴിക്കണം. വിശന്നിട്ട് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല. അതിന് ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു ഹോട്ടലൊന്നും ഇല്ല. അത് വേറൊരു വിഷയം. ഞങ്ങളിതുവരെ ഇത് വേറൊരു ലോകമാണ്. അത് അത്രേ ഉള്ളൂ. ഇത് വേറൊരു ലോകമാണ്. നമ്മൾ യഥാർത്ഥ ലോകത്തിലേക്ക് ഞങ്ങൾ പോകുന്നേ ഉള്ളൂ. മഴല്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള മഴയൊക്കെ ഞങ്ങൾ മഴ പെയ്യണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് മഴ പെയ്തു. ചെറിയ മഴ പെയ്തു, വലിയ മഴ പെയ്തു, മഴയായി, കാറ്റായി, ഇടിയായി, മിന്നലായി. എന്താ നടന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. റിട്ടേൺ വരുമ്പോൾ ഫുള്ള് ഞങ്ങൾ. പക്ഷെ മഴയിൽ വരാനൊരു വൈബാണ്. ചുരം ഇറങ്ങുമ്പോൾ വണ്ടി പഞ്ചറാവുകയും ചെയ്തു. എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഇങ്ങനെ ഉരുട്ടി വരുമ്പോഴാണ് ഞങ്ങളൊരു പഞ്ചർ ഷോപ്പ് കണ്ടത്. ഇവിടെയാണപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചുരം ഇറങ്ങി ഒരു 200-300 മീറ്ററിൽ ഇടത്തെ ഭാഗത്തുണ്ട്. 24 ഏത് രാത്രി വന്നാലും പൊലിച്ച വന്നാലും അന്ന് ഇവിടെ ഉണ്ടാവും. അപ്പം എല്ലാവരും പഞ്ചറാവാൻ ഇങ്ങോട്ട് വരിക. ആരും ഇപ്പോൾ കൊടുക്കൂല. കാറുണ്ട്, ബൈക്കുണ്ട്, ലോറിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു തീപാറും സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ.